ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയാണ്, അതായത് പപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോർcelain ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. പോർcelain ഈസ് ഹോം മെയ്ഡ് ക്ലേ ആണ്. അപ്പോൾ അതിൽ നമ്മൾ വൈറ്റ് കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളറിലാണ് നമ്മൾ ഈ ഒരു പട്ടിക്കുട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ബിഷോൺ ഫ്രീസേ എന്ന് പറയുന്ന ഒരു ബ്രീഡിലുള്ള ഒരു ഡോഗാണ്. അപ്പോൾ ആ ഒരു ഡോഗിൻ്റെ പിക്ചർ ഇങ്ങനെ കണ്ടപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു മിനിയേച്ചർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൂടാതെ നമുക്ക് ഡോൾ സ്റ്റോറിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോഗായിട്ടൊക്കെ ഇതിനെ ആക്ടിവിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഡോഗിൻ്റെ 4 കാലുകൾക്ക് വേണ്ടിയിട്ട് 4 പീസസ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ നടുക്ക് ആദ്യം ഉണ്ടാക്കിയ പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോഗിന് കുറച്ച് കേളി പോലത്തെ ഒരു രോമാണുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു ആനിമലിന് ചെയ്യുമ്പോഴും അതിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു ഇംപ്രഷൻസ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്ലേ ആണ്, നമ്മൾ ക്ലേ ആണല്ലോ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലേയിൽ പറ്റുന്ന രീതിയിൽ ആ രോമത്തിൻ്റെ എഫക്റ്റൊക്കെ നമ്മൾ കൊടുക്കുക. ഫർ എങ്ങനെയാണോ വരിക ആ രീതിയിൽ കൊടുക്കുക. ഞാനിവിടെ നീഡിൽ പോലത്തെ ഒരു ടൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ടൂളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നീഡിലോ അല്ലെങ്കിൽ പഴയ ഒഴിഞ്ഞ റീഫില്ലിൻ്റെ ആ ഒരു നിബ്ബൊക്കെ യൂസ് ചെയ്യാം. മഷിയൊക്കെ ഒഴിഞ്ഞിട്ടുള്ള റീഫില്ലിൻ്റെ നിബ്ബാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മഷിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലേയിലൊക്കെ പറ്റില്ലേ. അപ്പോൾ മഷിയൊന്നും ഇല്ലാത്തത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ തുന്നുന്ന നീഡിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ 4 നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു കാലിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് കുറച്ചും കൂടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് പുറകിലുള്ള കാലുകളാണ് കേട്ടോ. അവിടെ കുറച്ചും കൂടെ ക്ലേ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിൽ ഇംപ്രഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ഫറിൻ്റെ ഇംപ്രഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം ക്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. ഇനി നമുക്കതിൻ്റെ വാലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബിഷോൺ ഫ്രീസേ എന്ന് പറയുന്ന ഈ ഒരു ഡോഗ് കുറച്ച് ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രോമങ്ങളങ്ങനെ വെട്ടി നിർത്തുന്നതാണ്. കുറച്ച് ഭയങ്കര പെറ്റായിട്ട് വളർത്തുന്ന ഡോഗിൻ്റെ ഇരത്തിപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ട്രിം ചെയ്ത ആ ഒരു ഫേസും ആ ഒരു ബോഡിയൊക്കെ കാണാനാണ് കുറച്ചുകൂടെ ക്യൂട്ട്. അതിങ്ങനെ കോട്ടൺ ബോൾസൊക്കെ ഇങ്ങനെ ഉരുണ്ട് വരണ പോലെ ഇരിക്കും. ആ ഒരു പപ്പിനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വാല് കുറച്ച് ട്രിം ചെയ്തിട്ടുള്ള അതിൻ്റെ രോമങ്ങളെല്ലാം ട്രിം ചെയ്തിട്ട് കുറച്ച് ഉണ്ട പോലെ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫേസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക്കായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കണ്ണിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്രിസ്റ്റൽ മുത്തുകളാണ് ഇൻസെർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ എന്തെങ്കിലും മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ക്ലേ വെച്ചിട്ട് ഫേസ് ഷേപ്പ് ചെയ്യാണ് ചെയ്യണേ. അപ്പോൾ എപ്പോഴും ആനിമൽസിന് ചെയ്യുമ്പം ഈ രീതിയിൽ മുത്തുകളോ അല്ലെങ്കിൽ ഉണങ്ങിയിട്ടുള്ള ക്ലേ ഇങ്ങനെ ഉരുട്ടി ഉണക്കാൻ വെക്കുക. സെപ്പറേറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ വേറെ കളറില്ലാതെയോ ഉണക്കാൻ വെക്കുക. എന്നിട്ട് അത് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ചുറ്റുമൊക്കെ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഡോളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ആ ഒരു മെത്തേഡിനെക്കാട്ടിലും ആനിമൽസിന് കുറച്ചും കൂടെ നല്ലത് ഇതാണ്. നമ്മൾ ഇതിനു മുമ്പ് പെൻഗ്വിൻ്റെ ഒരു ഡോൾ ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പപ്പിയുടെ ഫേസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഏലിയൻ അബ്ഡക്ഷൻ നടന്ന പോലെ ഇല്ലേ? ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഡോഗ് ഏലിയൻ. അപ്പോൾ ഏലിയൻസിനെയൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. നമുക്ക് വീണ്ടും നമ്മുടെ ഡോഗിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലേ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡോഗിയുടെ ഒരു കവിളിൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ ഫർ ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ഫേഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കവിളത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെ ഒരു സിലിക്കോൺ ബ്രഷ് ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് സ്മോൾ ആയിട്ടുള്ള ഏരിയാസൊക്കെ ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ കണ്ണ് അടഞ്ഞു പോരുത് കേട്ടോ. കണ്ണിൻ്റെ അവിടെ കുറച്ച് ഭാഗം മാറ്റി നിർത്തിയിട്ട് വേണം ക്ലേ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഫറിൻ്റെ എഫക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ബോഡിയിൽ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക.
നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് പിക്ചർ ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ കണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൻസ് പിക്ചർ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാണ്. ഞാൻ പലപ്പോഴും ഇതുപോലെ ആനിമൽസ്, അതുപോലെ ബേർഡ്സ്, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും ഞാൻ ഇതുപോലെ റെഫറൻസ് പിക്ചർ നോക്കാറുണ്ട്. അതൊരു റെഫറൻസ് പിക്ചറല്ല, പല പല റെഫറൻസ് പിക്ചേഴ്സ് നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് അതിന്ന് സൂട്ടബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു റെഫറൻസ് പിക്ചർ അതേപടി കോപ്പി ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം എൻ്റേതായിട്ടുള്ള രീതിയിൽ വരുത്താറുണ്ട്. അതിനെയാണല്ലോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡോഗൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ഡോഗ് അങ്ങനെയാണ്, നമ്മളൊരു തരം ബ്രീഡിനെ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും തിങ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു സോഫയുടെ മിനിയേച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ മിക്സിയുടെ മിനിയേച്ചർ ചെയ്യുന്നു, അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ്, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ രീതി, അതെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാനിവിടെ റെഫറൻസ് പിക്ചർ അധികം യൂസ് ചെയ്യാതെ ചെയ്യുന്നത് ഡോൾസിനാണ്. ഡോൾസിനും അതുപോലെ സീനറീസൊക്കെ സ്കൾപ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെയാണ്. ഡോൾസ് ചെയ്യുമ്പോൾ പൊതുവേ എനിക്ക് എല്ലാ ഡോൾസും ഡിഫറെൻ്റ് ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഡോൾസിന് അങ്ങനെ റെഫറൻസ് പിക്ചറോ കാര്യങ്ങളൊന്നും നോക്കാറില്ല. പിന്നെ ബോഡി സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയേഷൻസ് ചിലപ്പം നോക്കാറുണ്ട്. പല ഡോൾ സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൻ്റെ പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ അത് മാത്രമേ നോക്കാറുണ്ട്. ബാക്കിയൊന്നും അങ്ങനെ ഡോൾസിൻ്റെ കേസിൽ നോക്കാറില്ല. പക്ഷേ ഇതുപോലെ ആനിമൽസ്, ബേർഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് പിക്ചർ വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അവരെ തന്നെ സ്കൾപ്റ്റ് ചെയ്യുന്ന അവരങ്ങനെ ആവാൻ പാടുള്ളൂ എന്നാണല്ലോ. ഓരോന്നിനും ഓരോ യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോഗി കുട്ടിയുടെ കുഞ്ഞു നാവ് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളർ ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വായിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് തല ഇതുപോലെ ഒരു ഐപ്പിന് വെച്ചിട്ട് ബോഡിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഐപ്പിന് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു തലയൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ചൊരു ഗ്യാപ്പ് വരുമല്ലോ, അപ്പോൾ അവിടെ കുറച്ച് ഇതുപോലെ രോമങ്ങളൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ അതെന്തോ പോലെ ഇരിക്കും അവിടെ ഒരു ഗ്യാപ്പ് വരുവാണെങ്കിൽ. അതും കൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു റെഡ് കളർ ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ബെൽറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കല്ല, വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ഒരു ചെറിയ ലോക്കറ്റ്, ഒരു ഹാർട്ട് ഷേപ്പിൽ ഗോൾഡൻ കളറിൽ ഒരു ലോക്കറ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എൻ്റെ വായിൻ്റെ അവിടെ ഞാനൊന്ന് ബ്ലാക്ക് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡോഗി കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫേസ് ചെയ്യുന്നതിൻ്റെ അവിടെ മാത്രമേ കുറച്ച് ഡിഫിക്കൽട്ടുള്ളൂ. ബോഡിയും കാലും ഒന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ നമ്മുടെ വേദക്കുട്ടി, എല്ലക്കുട്ടിയും ഹിമക്കുട്ടിയൊക്കെ ഡോഗിന് കിട്ടിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് പറയുന്നു നമ്മളെ വീട്ടിൽ ഒരു പപ്പിയെ വാങ്ങിക്കണം എന്ന്. അങ്ങനെ ഇപ്പോൾ 3 പേരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ, 3 പേര് മാത്രമല്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ക്യൂട്ട് പപ്പിയുടെ പേരാണ് ചിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചിപ്പിനെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു ഡോഗിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളിയാഴ്ച കാണാം. Till then, thank you for watching. Cheers!